എന്താ ഓട്ടട ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഓട്ടടയും ഞാനും തമ്മിലൊരു മൽപ്പിടുത്തായിരുന്നു. ജസ്റ്റ് ആദ്യം ഒഴിച്ചപ്പോഴത്തേലും ഒന്ന് പിടിക്കാൻ തുടങ്ങി, പിന്നത്തൊക്കെ സ്മൂത്തായിട്ട് അങ്ങോട്ട് കിട്ടി. അപ്പോൾ ആദ്യത്തേലും ഞാനിങ്ങനെ ആ ഒരു കോരി വെച്ച് കുറച്ചൊന്ന് കളിച്ചു. അങ്ങനെ എന്തായാലും ഓട്ടടയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് ആ മാവിലേക്ക് കുറച്ച് കൂടുതൽ തേങ്ങ അങ്ങോട്ട് ചിരകിയിട്ടു. അപ്പോൾ ആ ഒരു തേങ്ങയിട്ട ഓട്ടടയും പിന്നെ നമ്മുടെ കട്ടൻ ചായയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനത്തെ ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോള് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അനിയൻ്റെ വൈഫിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് ഡെലിവറി ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിട്ടപ്പോൾ ആള് രാവിലെ കയറ്റിയതാണ്. അപ്പം ഇതുവരെ ആയിട്ടില്ല, 9 മണി ഒക്കെ ആവാനായി നൈറ്റ്. അതുവരെ നമ്മൾ അവിടെ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി, അടുത്തായിരുന്നു, മദർ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഉള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ഇപ്പോഴാണ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഹിമോന് പിന്നെ അവളുടെ അതായത് സിസ്റ്ററിൻ്റെ അനിയനെ കിട്ടിയപ്പോൾ അവൻ്റെ കൂടെയായിരുന്നു കേട്ടോ. കുറേ നേരം അവൻ്റെ കൂടെ തന്നെയായിരുന്നു. പിന്നെ മാമി ഉണ്ടായിരുന്നു, മാമനുണ്ടായിരുന്നു, പിന്നെ സിസ്റ്ററിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലായിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ. അപ്പോൾ ഒരു 9:15 ആയപ്പോഴായിരുന്നു ഡെലിവറി ആയിട്ട് അങ്ങനെ ഒരു കുഞ്ഞുവാവ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു, കുറേ എന്താ പറയുക ടെൻഷൻ അടിച്ചു. അങ്ങനെ എന്തായാലും ഒരു 9:15 ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ടൈമിൽ എൻ്റെ ഡെലിവറീൻ്റെ ആ ഒരു ഇതൊക്കെ എനിക്ക് മെമ്മറിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഞ്ഞുവാവയ്ക്കും അമ്മയ്ക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ അവരെ ഡിസ്ചാർജ് ആയി വീട്ടിലും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഷൈജുവേട്ടന് അളിയൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് അത് കിട്ടിയതിന് ശേഷം നമുക്ക് സ്പീക്കറും മൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയതിന് ശേഷം നമ്മൾ അത് താഴെ വെച്ചിട്ടില്ല. എന്നും വൈകുന്നേരം തുടങ്ങും, നമ്മൾ രാത്രി വരെ പാട്ടുപാടലാണ് പരിപാടി. ഇപ്പം നമുക്ക് കിട്ടിയതിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ എത്ര ദിവസം ഇങ്ങനെ പാടുന്നൊന്നും അറിയത്തില്ല. ഇപ്പം എന്തായാലും ഞങ്ങൾ 3 പേരും കട്ടക്കി ഇരിക്കുന്നുണ്ട് രാത്രിയാവുന്ന സമയത്ത്. ഹിമോൻ പിന്നെ പാട്ട് എന്നല്ല എന്തൊക്കെയാ ഇപ്പം മൈക്ക് കൂടെ പറയണ്ടേ എന്നുള്ളത് അറിയില്ല അവന് മൈക്ക് കിട്ടുമ്പോൾ. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾക്ക് പാടണമെങ്കിൽ ആൾക്ക് മൊബൈൽ എങ്ങാനും കൊടുക്കേണ്ടി വരും, എന്നാലേ ഞങ്ങൾക്ക് പാടാൻ പറ്റുള്ളൂ. കാരണം 2 മൈക്കും അവൻ തന്നെ പിടിച്ചവിടെ വെക്കുക, ഞങ്ങളെ പാടാൻ സമ്മതിക്കുകയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാടുകയാണെങ്കിൽ ആ മൈക്കിൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പം നമുക്ക് കേൾക്കില്ല. അതാണ് ആളുടെ പരിപാടി. അപ്പം നമ്മൾ ആദ്യം തന്നെ അവനെ കൊടുത്തിട്ട് അവന് പറ്റുന്ന എത്ര നേരം വേണോ അത്ര നേരം എടുത്തോളാൻ പറയുക. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ പാടാൻ വേണ്ടി ഇരിക്കുന്നത്. എന്തായാലും രാത്രിയാകുമ്പോൾ ഇവിടെ ഒരു കച്ചേരിയാണ് കുറച്ച് സമയം വരാം. അപ്പോൾ ഓക്കെ, ബൈ.